ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അവിടെ നടത്തിയിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെയാണ് 20,000 സാമ്പിൾ എടുക്കുന്നു. ഹെലികോപ്റ്റർ എടുത്ത് പോലും കാണാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവർ വരെ പിന്നെ 9 ഇന്നോവയിൽ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സിറ്റ് പോൾ ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് TVക്ക് അധികാരത്തിൽ വരുന്നു. പിന്നെ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരത്തില്ല, അവിടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നു. അതും വലിയ മാർജിനിൽ വരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല. കാട്ടുകള്ളം വീരപ്പനും മൊട്ട അരുണും കൂടി ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ചിരി വരികയാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ ഖജനാവിൽ നിന്ന് PR വേണ്ടിയിട്ട് റിപ്പോർട്ടർ TVക്ക് നൽകിയത് 1.5 കോടി രൂപയാണ് 2025 ലാസ്റ്റിൽ മാത്രം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2025 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 6 മാസ കാലയളവിലേക്ക് PR വർക്കിന് വേണ്ടിയിട്ട് റിപ്പോർട്ടർ TVക്ക് സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്തത് 1.5 കോടി രൂപയാണ് PR വർക്കിന് വേണ്ടി മാത്രം. ആ PR വർക്കൊക്കെ നടത്തി 1.5 കോടിയും അത് കഴിഞ്ഞ 6 മാസത്തെ കണക്കാണ്, അതിന് മുൻപുള്ളത് വേറെ ഉണ്ട്. അപ്പോൾ കോടികൾ PR വർക്കിൻ്റെ പേരിൽ വാങ്ങി പോക്കറ്റിലിട്ട് നക്കിയ ഈ പറയുന്ന കാട്ടുകള്ളം വീരപ്പനും ആൻഡോയും ഇവർ രണ്ടുപേരും ഇപ്പം ചേർന്ന് ഞങ്ങൾ എക്സിറ്റ് പോളുകളൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, ഇതൊന്നല്ല പിണറായി സർക്കാർ 3ാമതും അധികാരത്തിൽ വരും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ചിരിയാ വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ 400 വീടുകൾ പണിയും, ഞങ്ങൾ ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വയനാട്ടുകാരെ പറ്റിച്ചു. ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല എന്നാ. അങ്ങനെ വയനാട്ടുകാരെ പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ മൊത്തം ജനങ്ങളോട് ഞങ്ങൾ 100 കോടി കൊടുത്തു, മെസ്സി ദാ വരാൻ പോകുന്നു, വന്നു ദാ വന്നു, ദാ വന്നു, ദേ വന്നു, ദോ പോയി, ദേ വന്നു ദാ പോയി, ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെയും പറ്റിച്ചു. അതൊക്കെ പറ്റിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ അടിമകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ആ അടിമകളെ പറ്റിക്കണം, ആ അടിമകളെ ആശ്വസിപ്പിക്കണം, ആ അടിമകൾക്ക് ക്യാപ്സൂളുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കണം. ഭരണം നഷ്ടമാകുമെന്ന് 100% ഉറപ്പായാലും പുറത്ത് പറയരുത്. ആ അടിമകളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഈ അടിമകളെ വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഈ വിഷയത്തിൽ അങ്ങനെ പറയുകയല്ലാതെ വേറെ വഴികളില്ല. കാരണം വിജയൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് PR വർക്ക് നടത്തിയവനാണ്. ആ PR വർക്ക് നടത്തിയവൻ അല്ല വിജയൻ അധികാരത്തിൽ വരില്ല, 3ാമതൊരു ഊഴമില്ല, തീർന്നു, UDF സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം വെറുതെ PR നടത്തിയതല്ല, കോടികൾ പ്രതിഫലം വാങ്ങിയിട്ട് PR നടത്തിയവനാ. ആ വണ്ണി വാങ്ങിയ കാശിനുള്ള നന്ദി അറ്റ്ലീസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിലും കാണിക്കണ്ടേ? അതിനു വേണ്ടിയുള്ള തത്രപ്പാടാ. പിന്നെ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലെ തന്നെ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നതിനെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശൻ വരുന്നതിനെ, അതുപോലെ UDF സർക്കാർ കേരളത്തിൽ UDF സർക്കാരിൻ്റെ ഭരണം വരുന്നതിനെ ഭയപ്പെടുന്ന പല ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ആദ്യ ലിസ്റ്റിൽ പേരുള്ള ആൾ, അതാണ് ഈ കാട്ടുകള്ളം വീരപ്പൻ. കാരണം വീരപ്പൻ്റെ തലക്ക് മീതെ നിൽക്കുന്നത് 40 കുറ്റപത്രങ്ങളാ. ആ 40 കുറ്റപത്രങ്ങളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഒരു തുടർ നടപടിയും ഇല്ലാതെ ആ കേസുകൾ നിന്ന നിൽപ്പിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഒരനക്കം, 1 ഇഞ്ച് മുന്നോട്ട് അനങ്ങിയിട്ടില്ല, 1 ഇഞ്ച് പിന്നോട്ടും പോയിട്ടില്ല, നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. ആ നിൽപ്പിൽ അവിടെ നിൽക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനു പകരം VD സതീശൻ വന്നാൽ, പിണറായി വിജയന്റെ കുഴലൂത്തുകാർക്ക് പകരം UDF സർക്കാർ വന്നാൽ ആ 40 കുറ്റപത്രങ്ങളും അതിവേഗം മുന്നോട്ട് നീങ്ങും എന്നുള്ള കാര്യം ഈ കാട്ടുകള്ളൻ അറിയാം, വീരപ്പൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കാട്ടുകള്ളൻ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാട്ടുകള്ളൻ ഞാനത് വിശ്വസിക്കൂല,
ഇനിയിപ്പോൾ മെയ് 4 റിസൾട്ട് വന്നാലും ഞാനത് വിശ്വസിക്കൂല. ആ റിസൾട്ട് ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താ, എനിക്ക് രാജാവ് വിജയൻ തന്നെയാണ്, എനിക്ക് രാജാവ് വിജയൻ തന്നെയാണ് എന്ന് പറയും. അടിമകൾക്ക് ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂൾ നിർമ്മാതാവായി മാറും ഈ കാട്ടുകള്ളൻ. പക്ഷേ അവൻ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോ സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കും. UDFിൻ്റെ സർക്കാർ കേരളത്തെ നയിക്കും. കാട്ടുകള്ളൻ വീരപ്പനെതിരെയുള്ള കേസുകൾ, ക്രിമിനൽ കേസുകളിൽ നടപടികളും തുടർ നടപടികളും അതിവേഗം മുന്നോട്ടുണ്ടാകും. അതിവേഗം, ചെറിയ സ്പീഡൊന്നും ആയിരിക്കില്ല, വലിയ സ്പീഡിൽ അതിവേഗം മുന്നോട്ട് നയിക്കും ഈ പറയുന്ന കാട്ടുകള്ളൻ വീരപ്പൻ്റെ കേസ്. അപ്പോൾ വീരപ്പൻ ഇപ്പോഴും ഈ പറയുന്ന ഇത്രയും ദിവസം വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചു, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു. ഇപ്പോൾ ആർക്ക് വേണ്ടിയാണോ ഇത്രയും നാൾ PR വർക്ക് എടുത്തത്, PR ചെയ്തുകൊണ്ടിരുന്നത് ആർക്ക് വേണ്ടിയാണോ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെയെങ്കിലും ക്യാപ്സ്യൂളുകൾ ഇറക്കേണ്ട ബാധ്യത, ചുമതലയും ഉത്തരവാദിത്വവും കാട്ടുകള്ളൻ വീരപ്പനുണ്ട് എന്നുള്ളതാ. അപ്പോൾ വീരപ്പൻ വലിയ വായിൽ ഞാനത് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഇവൻ വിശ്വസിക്കണം എന്തിനാ? ഇവനാണോ കേരളം? ഇവനാണോ കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതിനിധി? ഇവൻ കാട്ടുകള്ളൻ, ക്രിമിനൽ, നമ്പർ 1 ക്രിമിനൽ എന്നതിനപ്പുറം ഇവൻ ആരാണ്? ഇവൻ ആരുമല്ല. മനസ്സിലായില്ലേ? ഇവൻ്റെ സമ്മതം ആർക്കെങ്കിലും വേണോ? ഇവൻ്റെ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും വേണോ? ഞാൻ സമ്മതിക്കില്ല എന്ന്. നീ സമ്മതിച്ചില്ലെങ്കിൽ എന്താ? എന്തോ കേരളത്തിൻ്റെ വലിയ ആരോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ പോലും അല്ലാത്ത കാട്ടുകള്ളൻ വീരപ്പൻ അംഗീകരിക്കുന്നത് എന്തിനാ? കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവകാശം മാത്രമേ ഇവനുള്ളൂ. അതിനപ്പുറം ഇവൻ ആരുമല്ല. ആരെങ്കിലുമാണോ? സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യുന്നത് പോലെ സമ്മതിദാനാവകാശം സൗകര്യമുണ്ടെങ്കിൽ വിനിയോഗിക്കുക എന്നതിനപ്പുറം കാട്ടുകള്ളൻ വീരപ്പന് കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ എന്താണ് റോള്? ഒരു റോളും ഇല്ല. അവൻ പറയാ ഞാൻ അംഗീകരിക്കൂല. ഇവൻ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ? ഇവൻ സമ്മതം നൽകിയില്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാതിരിക്കുമോ? ഇവൻ സമ്മതം നൽകിയില്ലെങ്കിൽ UDFിൻ്റെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുമോ? അപ്പോൾ ഈ LDFിൻ്റെ പിണറായി വിജയൻ്റെ അടിമകളെ വീണ്ടും വീണ്ടും ഈ പൊട്ടൻ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഈ പൊട്ടനല്ല, ആ പൊട്ടന്മാരെ ഇവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താണ്? ഇവന് കോടികൾ കിട്ടിയിട്ടുണ്ട്. കോടികൾ വാങ്ങിയ ഇവൻ, എണ്ണി വാങ്ങിയ ഇവൻ ഇപ്പം എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ ഇല്ല, വിജയൻ അധികാരത്തിലേക്ക് വരില്ല, UDF അധികാരത്തിലേക്ക് വരും, UDF സർക്കാർ വരും എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4-ാം തീയതിക്ക് മുന്നേ ഇവൻ്റെ കേസുകൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങും. അത് ഉറപ്പുള്ളത് കൊണ്ട് അവസാന നിമിഷവും ഇന്നിപ്പോൾ പിണറായി വിജയൻ വലിയ നന്ദിയൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം വിട്ടു. അദ്ദേഹം കണ്ണൂരേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ മെല്ലെ 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 വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ മന്ത്രിമാരൊക്കെ ഓഫീസ് വിട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഓഫീസിലൊന്നും ആരും എത്തുന്നില്ല. മെല്ലെ മെല്ലെ പതുക്കെ എല്ലാവരും അവരുടെ കാര്യങ്ങൾ തുങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാട്ടുകള്ളൻ വീരപ്പന് ഇനിയും ക്യാപ്സ്യൂളുകൾ ഇറക്കിയേ മതിയാകൂ. മെയ് 4-ന് പരാജയപ്പെട്ട് കഴിയുമ്പോഴും UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോഴും ക്യാപ്സ്യൂളുകൾ ഇറക്കുക ഇവൻ്റെ ബാധ്യതയായി, ഇവൻ്റെ തലവിധിയായി മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? 1ഉം 2ഉം രൂപയല്ല, കോടിക്കണക്കിന് രൂപയാണ് PR വർക്കിന് വേണ്ടിയിട്ട് ഇവൻ പൊതുഖജനാവിൽ നിന്ന് എണ്ണി മേടിച്ചിരിക്കുന്നത്. ആ വാങ്ങിയ കോടികൾക്ക് ഇവൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കണം. അടിമകളെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കണമല്ലോ. ഇത് കേൾക്കുമ്പോൾ അടിമകൾക്ക് വലിയ ആവേശ. അടിമകൾ കരുതുന്നത് എന്തോ വലിയ സംഭവമാണല്ലോ പറയാൻ പോകുന്നത്. അടിമകൾ അതും വിശ്വസിച്ച് പാവങ്ങൾക്കൊരു ക്യാപ്സ്യൂള് കിട്ടി. പാവങ്ങൾക്ക് പറയാൻ, സോഷ്യൽ മീഡിയയിൽ എഴുതാൻ ഒരു ക്യാപ്സ്യൂളായി എന്നതല്ലാതെ വേറെ ഒന്നുമില്ല. പാവം വയനാട്ടുകാരെ പറ്റിച്ചു, കേരളത്തെ ഒന്നടങ്കം പറ്റിച്ചു,
ഇപ്പോൾ അടിമകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. പറ്റിപ്പ് മാത്രം. ജീവിതം എന്ന് പറയുന്നത് പറ്റിപ്പാക്കി മാറ്റിയ ഒരു വ്യക്തി, ഒരു ക്രിമിനൽ, പക്കാ ക്രിമിനൽ, അവനാണ് ഇത്. എന്തിന്? വയനാട്ടിലെ ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പറ്റിച്ചിട്ടാണ് ഇവൻ മരം കൊള്ളയടിച്ചത്. അത് കഴിഞ്ഞിട്ട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ ചെന്നിട്ടും ആളായിട്ട് ആ പാവങ്ങളെ പറ്റിച്ചു. കേരളത്തിലെ ജനങ്ങളെ മെസ്സി വരുന്നു, ദേ വന്നു ദാ പോയി, ദേ വന്നു ദാ പോയി, വീണ്ടും പറ്റിച്ചു. ഇപ്പോൾ അടിമകളെയാണ് പറ്റിച്ചു കൊണ്ടിരിക്കുന്നത്.